ഡൽഹി മദ്യനയ കേസിൽ ലഭിച്ച തെളിവുകളെ സംബന്ധിച്ച് വ്യക്തത നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാകണമെന്ന് സുപ്രീം കോടതി. അനന്തമായ അന്വേഷണം നീണ്ടുപോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിന് സാധ്യതകൾ ഉന്നയിച്ച കോടതി ജാമ്യം നൽകിയാൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ഹർജിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് വിധി പറയും. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ. ആർക്കെ ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും കൂടുതൽ തെളിവുകളുണ്ട് എന്ന് അവകാശപ്പെടുന്നത്, എന്നാൽ ഭീകരമായ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെടുന്നതല്ലാതെ കെജ്രിവാൾ കുറ്റക്കാരാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ ഇതിനോടകം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇഡിക്ക് എന്ന് തന്നെയല്ലേ കോടതിയുടെ ആ ഗുരുതര പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? ആർക്കെ തീർച്ചയായിട്ടുമാണ് ഹാഷ്മി. ഇന്നും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഇ.ഡി. പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഗോവയിൽ ഒരു സപ്തനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് 100 കോടി രൂപ ഹവാല ഇടപാട് നടത്തുന്നതിന് കെജ്രിവാൾ നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏതാണ്ട് 2 വർഷങ്ങളായിട്ട് പല വിധത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. ഇതിനെല്ലാം ആധാരമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അങ്ങനെ വ്യക്തത തെളിവുകളിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ കേസ് അനന്തമായിട്ട് നീണ്ടുപോവുകയാണ്. PMLA ആക്ട് പ്രകാരമാണെങ്കിലും PMLA ആക്ടിൻ്റെ 19 പറയുന്നത് ഈ അറസ്റ്റ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റിനായിട്ട് തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നതാണ്. അതിലെ പറയുന്ന ചേരുവകൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികളും ആ രീതിയിലാണ് ഈ കാര്യങ്ങളെന്ന് അനുമാനിക്കേണ്ടി വരും. എന്തിന് അറസ്റ്റ് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇഡിക്ക് സാധിക്കുന്നില്ല എന്ന് കോടതി സൂചിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ജാമ്യം നൽകുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കേണ്ടി വരും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡി ഉന്നയിച്ച എതിർപ്പ്, ആ എതിർപ്പ് പരിഗണിക്കുന്നതിനിടെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ചുമതലകൾ നിർവഹിക്കുന്നത് അനുവദിക്കാതിരുന്നാൽ പോരെ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുത്തുന്നതിൽ വിലക്ക് നൽകാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യം നൽകുമോ എന്ന്, ഇടക്കാല ജാമ്യം നൽകുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഏതെങ്കിലും ആക്ഷേപങ്ങൾ 2 പക്ഷത്തിനും ഇനി പറയാനുണ്ടെങ്കിൽ അത് 2 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നാകെ പറയാം. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ കേസിൽ വിധി പറഞ്ഞേക്കും. അഥവാ വിശദമായിട്ടുള്ള ഒരു ഓർഡറാണ് കോടതി നൽകാനായിട്ട് തയ്യാറാകുന്നതെങ്കിൽ അത് അടുത്ത ദിവസം മറ്റൊരു തീയതി നിശ്ചയിച്ച് മാറ്റിവെക്കുകയാകും ചെയ്യുക. ഹാഷ്മി. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജാമ്യം നൽകിയാൽ ഔദ്യോഗിക ചുമതല നിർവഹിക്കാനാവില്ല എന്ന് കോടതി പറയുന്ന പരാമർശം ഏത് ദിശയ്ക്കുള്ളതാണോ എന്നൊരു ഏത് ദിശയിലുള്ള ഒരു ആംഗിളാണ് എന്നത് കാത്തിരുന്ന് കാണാം. 2 മണിക്കാണ് അതിന് വിധി പ്രസ്താവം ഉണ്ടാവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഇത് പ്രതിപക്ഷ വേട്ട, രാഷ്ട്രീയ വേട്ട എന്ന് പ്രതിപക്ഷവും ആം ആദ്മി പാർട്ടിയും ആരോപിക്കുന്ന ഒരു കേസ് കൂടിയാണിതും. അതിൽ ഇപ്പോഴും ഇഡിക്ക് കൃത്യമായി സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ, എന്നാൽ മനീഷ് സിസോദിക്കെതിരായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതുപോലെ കെജ്രിവാളിനെതിരെയും ഈ പറയുന്ന ആരോപണങ്ങളല്ല തെളിവുകളായി, കോടതിക്ക് ബോധ്യമായ തെളിവുകളായി ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ആ സുപ്രധാന പരാമർശം. നോക്കാം 2 മണിക്ക്.